കനത്ത മഴ കോഴിക്കോട്ടും പച്ചക്കറി വിലയെ ബാധിച്ചു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. തക്കാളി, ബീൻസ്, കയ്പ തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ ചില്ലറ വില കൂടിയിട്ടുണ്ട്. മഴ കനക്കുമ്പോൾ വില ഇനിയും കൂടുമോ എന്നാണ് ജനങ്ങളുടെ ആശങ്ക. കോഴിക്കോട് നിന്ന് പാളയത്തെ മാർക്കറ്റിലാണ് അഭിജിത്ത് ഉള്ളത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, കോട്ടയത്തെ വില കൂടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ തെറി കേട്ടതേ ഉള്ളൂ. അവിടെ കോഴിക്കോട് എന്താണ് സ്ഥിതി? എസ്കൻ, ഗുഡ് മോർണിംഗ്. പാളയം മാർക്കറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ മാർക്കറ്റ് ഉണർന്നു വരുന്നതേ ഉള്ളൂ. വളരെയധികം ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു മാർക്കറ്റാണിത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ ഈ പച്ചക്കറി വിലയെ അല്പമൊന്ന് ബാധിച്ചിട്ടുണ്ട്. ചില പച്ചക്കറികൾക്ക് നേരിയ രീതിയിൽ വില കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തക്കാളി അടക്കമുള്ള പച്ചക്കറികൾക്ക് ഈ മഴ കാരണം ചെറിയ രീതിയിൽ വില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഈ മഴക്കാലത്ത് ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ് ഈ കച്ചവടക്കാരൊക്കെ തന്നെ നമ്മളോട് പറയുന്നത്. നിലവിൽ നമ്മോടൊപ്പം ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, എന്താണ് നിലവിൽ ഇവിടുത്തെ ഒരു പച്ചക്കറിയുടെ ഒരു അവസ്ഥ? ചില സാധനങ്ങൾക്ക് വില കൂടിയെന്നാണ് കേൾക്കുന്നത്. ചില സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്. അത് ചില ഒരു 2-3 ആഴ്ച ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഈ സാധനം വില കുറയും. ഇതിപ്പോൾ 1 ലാസം വില കൂടിയാൽ ഈ സാധനം വില കുറച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെങ്കിലും ഇത് വില കുറയും. ഈ തക്കാളിക്കൊക്കെയാണോ, തക്കാളി, ബീൻസ് അതിനൊക്കെയാണോ വില? ഇല്ല, ലാസം ബീൻസും കയ്പ, പയറ്, ഈ 3 സാധനങ്ങൾക്കുള്ള ലാസ വില. ഇതിപ്പോൾ ഒരു 1-2 ആഴ്ച ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് വില കുറയും. എന്താ ഇത്? ഈ മൈസൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണല്ലോ ഇവിടത്തേക്ക് ഈ പച്ചക്കറി വരുന്നത്. മഴയാണ് ഇതിന് ഇങ്ങനെ ഈ വില കൂടാൻ? തന്നെ മഴ കാരനാണ്. മഴ ലാസം ബാക്കോട്ട് പോവുകയാണെങ്കിൽ സാധനം വില കുറയും. അങ്ങനെ തന്നെയാണ് എസ്കെൻ. മഴ കനക്കുമ്പോൾ വില കൂടുന്നു എന്നുള്ളതാണ് ഈ കച്ചവടക്കാരൊക്കെ തന്നെ പറയുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാർ കൂടിയുണ്ട്. ചേട്ടാ, ഈ പച്ചക്കറിയുടെ ഒക്കെ വില എങ്ങനെയാണ് നിലവിൽ? വില മഴക്കാലമാകുമ്പോൾ കുറച്ച് കൂടും, പിന്നെ കഴിഞ്ഞാൽ കുറയും. 4 ദിവസം അങ്ങോട്ട് നിൽക്കും. ഇപ്പോൾ 10 ഇന്നിപ്പോൾ 60 ഉറുപ്പിയുള്ള കയ്പ ഒരു വെളുത്ത് വന്നാൽ 10 ഉറുപ്പിയാവും. ഇപ്പോൾ 2 സാധനം മാത്രമേ നിൽക്കുന്നുള്ളൂ. ഇഞ്ചിക്കും ചേനക്കും മാത്രം ഒരേമാതിരി നിൽക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിക്ക് ഇപ്പോൾ 2 ദിവസം കൂടി. ഇനിയിപ്പോൾ അത് തക്കാളി വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ്. ഈ സാഹചര്യം അങ്ങനെ തന്നെ. ഏതായാലും എസ്കെൻ, അങ്ങനെ തന്നെയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ വില കൂടുമോ എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്ക് ഏതായാലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എസ്കെൻ, ഓക്കെ, താങ്ക് യു. പാളയം മാർക്കറ്റിൽ നിന്ന്, കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി ചേർന്നത്.